സോള് നേരത്തെ പാട്ടൊക്കെ പാടിയത് ഓർക്കുന്ന സൺഷയും ഇപ്പോൾ ഇൻഹുക്കിന്റെ അടുത്ത് നീ ആയിരുന്നോ ആ ഒരു പാട്ടൊക്കെ അവളെ പാടി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നോ എന്നൊക്കെ സൺഷയും ചോദിക്കുകയാണ്. പക്ഷെ അവൻ ആയിരുന്നില്ല എന്നൊക്കെ സൺഷയുടെ അടുത്തും അവൻ പറഞ്ഞും കൊടുക്കുന്നു. യങ്സു നേരത്തെ കൊലപാതകമൊക്കെ നടത്തിയ സ്ഥലം കത്തിച്ചു കളഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ അവിടെ നിന്നും ഫോറൻസിക് വന്ന് പരിശോധനയൊക്കെ നടത്തുകയാണ്. അതുവഴി ഒരു ട്രക്കൊക്കെ പോയതിന്റെ ചില പാടുകളൊക്കെ അവർക്ക് ലഭിച്ചിട്ടുമുണ്ട്. അതേസമയം ആ ഒരു ഏരിയയിൽ ഒന്നും തന്നെ CCTV ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും ഒരു പരിശോധനയൊക്കെ നടത്താമെന്നൊക്കെ ടൈസകിന്റെ അച്ഛനും തീരുമാനിക്കുന്നു. ചികിത്സയുടെ ഒക്കെ ഭാഗമായിട്ട് സൺഷനെ US അയക്കുവാനായിട്ട് അച്ഛൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ സൺഷയ്ക്ക് മുമ്പ് നിന്നിട്ടുണ്ടായിരുന്ന ആള് ഇപ്പോൾ വേണ്ടെന്നൊക്കെ വെച്ച് പോയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥാനമൊക്കെ സൺഷയ്ക്കും കിട്ടിയിരിക്കുന്നു. എത്രയും വേഗം തന്നെ സൺഷയും US തിരിക്കണമെന്നാണ് അച്ഛൻ ആഗ്രഹിക്കുന്നത്. അച്ഛനും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. സൺഷ അങ്ങനെ അച്ഛനോട് സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കുമാണ് മുത്തശ്ശി നിലത്തേക്ക് വീഴുന്ന കാഴ്ചയൊക്കെ അവനും കണ്ടിട്ടുണ്ടായിരുന്നത്. 15 വർഷങ്ങൾക്ക് ശേഷം സഞ്ജയനെ രക്ഷിക്കുവാനായിട്ടൊക്കെ ആയിരുന്നല്ലോ ടൈസങ്ങിന്റെ അച്ഛനോട് പറയണമെന്ന് ടൈസങ്ങിന്റെ അടുത്ത് സോൾ പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ്ക്ക് എന്തെങ്കിലും ആപത്തൊക്കെ വരുവാനായിട്ട് പോകുകയാണോ എന്നൊരു സംശയമൊക്കെ ടൈസങ്ങിനും ഉണ്ടാകുന്നു. സോളിന് ഫ്യൂച്ചറിൽ നടക്കുന്ന ഒരു കാര്യങ്ങളും പറയുവാനായിട്ടൊന്നും സാധിക്കുകയില്ലല്ലോ. യങ്സുവിന് ഇതുവരെയായിട്ട് പോലീസ് ഒന്നും പിടിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ ഒപ്പം ഒന്നിച്ച് വീട് വരെ പോകാമെന്നൊക്കെ ടൈസങ്ങും തീരുമാനിച്ചിരിക്കുന്നു. അപ്പോഴായിരുന്നു സോളും വീട്ടിലേക്ക് എത്തുന്നത്. അവളുടെ കടയിലേക്കൊക്കെ വെള്ളം വീഴുന്ന കാഴ്ച ആയിരുന്നു അവളും കാണുന്നത്. അത് മാത്രമല്ല, സൺഷയും ഇപ്പോൾ അവരെ സഹായിക്കുവാനായിട്ടൊക്കെ എത്തിയിട്ടുമുണ്ട്. സോൾ ടൈസിങ്ങിന്റെ ഒപ്പം വന്നത് കൊണ്ട് തന്നെ കഴിഞ്ഞ തവണ വീട്ടിൽ തീപിടുത്തമൊക്കെ ഉണ്ടായപ്പോഴത്തേക്കും നീ എത്തി. ഇപ്പോഴാകട്ടെ വെള്ളത്തിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായപ്പോഴും നീ എത്തി. വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ടൈസൺ കൃത്യമായിട്ട് വന്ന് രക്ഷിക്കാറുണ്ട് എന്നൊക്കെ അമ്മ പറയുമ്പോഴത്തേക്കും സൺഷിക്കും കുറച്ച് അസൂയൊക്കെ തോന്നിപ്പോവുകയാണ്. സോള് സഞ്ജയനെ സഹായിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രമൊക്കെ പിടിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോഴാകട്ടെ അമ്മേനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഐസങ്ങും അവിടെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ പിടിക്കുകയാണ്. ഇപ്പോഴാകട്ടെ മുകളിൽ നിന്നും വീഴുന്ന വെള്ളമൊക്കെ കളക്ട് ചെയ്യുന്നത് സഞ്ജയും ടൈസങ്ങും കൂടി ചേർന്നിട്ടാണ്. സോളും അമ്മയും കൂടി ചേർന്നിട്ട് അവിടെ എല്ലാം തന്നെ വൃത്തിയാക്കുകയാണ്. അമ്മയ്ക്കും കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെള്ളമൊക്കെ കളയണമായിരുന്നു. പക്ഷെ അതിന് ഒരുപാട് വെയിറ്റ് ആണെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ടൈസൺ കയ്യിലുണ്ടായിരുന്ന പാത്രമൊക്കെ സഞ്ജയനെ ഏൽപ്പിച്ചിട്ട് ആ ഒരു വലിയ ബാക്കറ്റൊക്കെ ചുമക്കുവാനായിട്ട് ശ്രമിക്കുന്നു. ടൈസങ്ങിനെ അമ്മ ഒരുപാട് പുകഴ്ത്തുമ്പോഴാകട്ടെ അമ്മയെന്നൊക്കെ ടൈസങ് വിളിക്കുന്നത് സഞ്ജയ്ക്ക് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. സഞ്ജു അതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും എനിക്കൊരിക്കലും അവരെ അച്ചായെന്നൊന്നും വിളിക്കുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ എന്നൊക്കെ ടൈസങ്ങും പറയുന്നൊക്കെയുണ്ട്. അങ്ങനെ ഇരിക്കെ സഞ്ജയും സ്വിമ്മിങ്ങിനൊക്കെ പോകുന്ന ആളായിരുന്നെങ്കിൽ പോലും അവൻ അത്രയ്ക്ക് മസിലൊന്നും ഇല്ലല്ലോ എന്നൊക്കെ മുത്തശ്ശി ടൈസങ്ങിനെ കമ്പയർ ചെയ്തൊക്കെ പറയുന്നത് കാണുമ്പോഴത്തേക്കും ടൈസങ്ങും സഞ്ജയും ഒരുപോലെ മസിലൊക്കെ കാണിക്കുന്ന രീതിയിൽ നിന്നിട്ടാണ് പാത്രത്തിൽ വെള്ളമൊക്കെ പിടിക്കുന്നത്. ടൈസങ് വെള്ളമൊക്കെ കളക്ട് ചെയ്യുവാൻ ശ്രമിക്കുമ്പോഴത്തേക്കും കയ്യിലുണ്ടായിരുന്ന പാത്രത്തിൽ നിന്നും വെള്ളമൊക്കെ സൺഷയുടെ മേത്തേക്കും വീഴുന്നുണ്ട്. അത് കണ്ട് ഇഷ്ടപ്പെടാത്ത സൺഷയും അവന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രത്തിലെ വെള്ളമൊക്കെ ടൈസങ്ങിന്റെ മേത്തേക്കും എറിയുന്നു. ബക്കറ്റിലെ വെള്ളമൊക്കെ നിറയാറായപ്പോഴത്തേക്കും ടൈസങ്ങും അതൊക്കെ എടുത്ത് കളയുവാനായിട്ട് ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഒരു വെള്ളം എല്ലാം തന്നെ നിലത്തേക്കൊക്കെ വീഴുന്നു. പിന്നീട് അവർ രണ്ടുപേരും ഒന്നും രണ്ടും ഒക്കെ പറഞ്ഞ് അടി കൂടുകയാണ്. അതായത് ടൈസൺ ആകട്ടെ സോളിന്റെ എക്സ് ബോയ് ഫ്രണ്ട് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വന്ന് അവളെ സഹായിക്കുവാനുള്ള എല്ലാ അധികാരവും തനിക്കുണ്ട് എന്നൊക്കെ ടൈസൺ പറയുമ്പോഴത്തേക്കും സൺഷയും ഞാൻ അവളുടെ നെയ്ബറാണ്, അതുകൊണ്ട് തന്നെ ഞാനും ഒരു റിലേറ്റീവിനെ പോലെയാണെന്നൊക്കെ പറഞ്ഞും കൊടുക്കുന്നു. പക്ഷെ അവനെ സോള് റിജക്ട് ചെയ്തതായിരുന്നല്ലോ. അതിന്റെ പേരിലൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടൈസണും സൺഷയെ കളിയാക്കുകയാണ്. പക്ഷെ സോളിന്റെ ഫീലിങ്സ് വെച്ച് നീ ഇനിയും കളിക്കരുത്, നീ മര്യാദയ്ക്കൊക്കെ ഇരിക്കണമെന്നൊക്കെ സൺഷ പറയുമ്പോഴത്തേക്കും അവരുടെ സംസാരമൊക്കെ കയ്യാങ്കളിയിലേക്കൊക്കെ കടക്കുകയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അടി കൂടുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരു ലൈറ്റിന്റെ വയറൊക്കെ വിട്ടു പോവുകയും വെള്ളമൊക്കെ വീഴുന്നിടത്തേക്ക് കറണ്ടൊക്കെ വരികയും ചെയ്യുകയാണ്. നിലവിൽ പ്ലംബറൊക്കെ വന്ന് പൈപ്പൊക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ കളയുവാനായിട്ടുള്ള ബാക്കിയുള്ള പരിപാടിയൊക്കെ നടത്തിക്കൊള്ളുവാൻ പറഞ്ഞ് മുത്തശ്ശി സോളിനെ പറഞ്ഞ് അയക്കുമ്പോഴത്തേക്കും അവളും കടയിലേക്കൊക്കെ കയറി ചെല്ലുന്നു. പക്ഷേ സൺഷയും ടൈസങ്ങും കൂടി അടി കൂടുന്നതും ഏത് സമയത്ത് വേണമെങ്കിലും അവർക്ക് ഷോക്ക് അടിക്കാമെന്നൊരു സിറ്റുവേഷനിലൊക്കെ അവർ നിൽക്കുന്നതും സോളും കാണിക്കുകയാണ്. നിങ്ങൾ ഈ അടിയൊക്കെ നിർത്തണം, ഏത് സമയം വേണമെങ്കിലും നമ്മൾ എല്ലാവരും തന്നെ കൊല്ലപ്പെടുവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നൊക്കെ മുത്തശ്ശി പറയുന്നത് കേൾക്കുമ്പോഴത്തേക്കും ആയിരുന്നു ലൈറ്റൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്ന കാഴ്ച അവരും കാണുന്നത്. സൺഷയും ഇപ്പോൾ ടൈസങ്ങിനെ എണീപ്പിക്കുവാനായിട്ടൊക്കെ ശ്രമിക്കുന്നു. പക്ഷെ അപ്പോഴായിരുന്നു ആ ഒരു ലൈറ്റൊക്കെ ടൈസങ്ങിനിട്ട് കൊള്ളുവാനായിട്ടൊക്കെ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സഞ്ജയ് അവനെ രക്ഷിക്കുവാനായിട്ട് ആ ഒരു കൈയൊക്കെ വിടിയിപ്പിക്കുകയാണ്. അതേസമയം സോളും മൊത്തത്തിലുള്ള പവർ സപ്ലൈ ഒക്കെ ഓഫ് ചെയ്യുന്നു. അങ്ങനെ എല്ലാ പരിപാടിയും നന്നായി തന്നെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വളരെയധികം രാത്രിയൊക്കെ ആയിരിക്കുന്നു. ടൈസങ്ങിനെ ഒറ്റയ്ക്ക് പറഞ്ഞയക്കുവാനായിട്ട് അമ്മയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമില്ല. മാത്രമല്ല ഈ ഒരു സമയത്ത് ബസ്സൊന്നും കിട്ടുകയുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് നീ ഇവിടെ താമസിച്ചോ എന്നൊക്കെയാണ് അമ്മ ടൈസങ്ങിനോട് പറയുന്നത്.
പക്ഷെ സോളിന്റെ വീട്ടിലൊന്നും ടൈസങ്ങിനെ നിർത്തുവാനായിട്ട് സഞ്ജയ്ക്ക് ഒട്ടും തന്നെ താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ എന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്നൊക്കെ സഞ്ജയും പറയുന്നു. നിങ്ങൾ കുറച്ചു മുമ്പ് വരെ നല്ല അടിയൊക്കെ ആയിരുന്നല്ലോ എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോഴാകട്ടെ ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് ആണെന്നുള്ള രീതിയിലൊക്കെയാണ് സഞ്ജയ് ടൈസങ്ങിന്റെ അടുത്ത് നിൽക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ടൈസങ്ങും സഞ്ജയുടെ വീട്ടിലേക്കൊക്കെ ചെല്ലുന്നു. സഞ്ജയുടെ വീട്ടിലെത്തുന്ന ടൈസങ്ങും സഞ്ജയ്ക്ക് കിട്ടിയ ട്രോഫീസ് ഒക്കെ കാണുകയാണ്. മാത്രമല്ല സഞ്ജയോട് ആ വെള്ളം എടുക്ക് ഈ വെള്ളം എടുക്കുന്നൊക്കെ പറഞ്ഞ് അവനെ കുറിച്ച് ബുദ്ധിമുട്ടിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നുമുണ്ട്. സഞ്ജയും അവന്റെ നിലത്തൊക്കെ കിടത്തുവാനായിട്ടായിരുന്നു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നിന്റെ കൂടെ കിടത്താമെന്ന് പറഞ്ഞിട്ടില്ലേ നീയും എന്നെ ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ ടൈസങ് ചോദിക്കുമ്പോഴത്തേക്കും ടൈസങ്ങിന് തന്റെ ഒപ്പം ബെഡ്റൂമിലൊക്കെ കിടക്കുവാനായിട്ടായിരിക്കും ആഗ്രഹം എന്നൊക്കെ സഞ്ജയും വിചാരിക്കുന്നുണ്ട്. എങ്കിൽ പോലും ടൈസങ് അവിടെ ഉണ്ടായിരുന്നൊരു സോഫയിലൊക്കെ കിടക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ. പക്ഷെ അവളുടെ മനസ്സിൽ എന്താണെന്ന് നീ ഒരിക്കൽ പോലും അറിയുവാനായിട്ട് ശ്രമിച്ചിട്ടില്ലല്ലേ. എന്തായാലും എന്റെ അടുത്ത് അസൂയ കൊണ്ടിട്ട് ഒരു കാര്യവുമില്ല. അവൾക്ക് നിന്നെ ഇഷ്ടമാണെന്നാണ് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം എന്നോട് നിന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടൊക്കെ അവൾ ആവശ്യപ്പെട്ടിട്ടുണ്ടാവുക എന്നൊക്കെ ടൈസങ്ങും അവനോട് പറയുന്നു. അങ്ങനെ ഇരിക്കെ ആയിരുന്നു നാളെ യുഎസിലേക്ക് പോകുവാൻ ഫ്ലൈറ്റ് ഒക്കെ ബുക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ടിക്കറ്റ് ഒക്കെ ടൈസങ്ങിന്റെ കണ്ണിലും പെടുന്നത്. നീ എവിടേക്കെങ്കിലും പോകുകയാണോ എന്നൊക്കെ ടൈസങ്ങും സഞ്ജയോട് ചോദിക്കുന്നു. യങ്സ് നടത്തിയ കൊലപാതകത്തെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുകയായിരുന്നു സോളും. പക്ഷെ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ചുള്ള മറ്റൊരു ഹിന്റും കിട്ടാത്തതൊക്കെ അവളും ശ്രദ്ധിക്കുകയാണ്. സൂപ്പർ സ്റ്റാർ കെ എന്ന പ്രോഗ്രാമിന്റെ ഫസ്റ്റ് റൗണ്ടിലേക്കുള്ള ഓഡീഷനൊക്കെ നടക്കുകയാണ്. ടീഷർട്ടൊക്കെ ആർക്ക് കിട്ടുന്നോ അവരായിരിക്കും ഫസ്റ്റ് റൗണ്ടിലേക്കൊക്കെ ജയിച്ചിട്ടുള്ളവർ. അവർക്ക് മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്യാം. എൻഹുക്കും ടീമുമാകട്ടെ അതെല്ലാം തന്നെ കാണുന്നു. ഒരു വിഗൊക്കെ വെച്ച് നിൽക്കുന്ന ഇനുഹുക്കും സഞ്ജയ് ഇപ്പോൾ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഫ്രണ്ട്സിനെ ഒന്ന് കൂളാക്കുന്നത്. അങ്ങനെയിരിക്കെ സഞ്ജയനെ കാണുവാനായിട്ട് സോളും ഒരു റൂമിന്റെ ഒക്കെ മുമ്പിൽ എത്തി കഴിയുമ്പോഴത്തേക്കും ആയിരുന്നു ഫ്രണ്ട്സും സഞ്ജയ് വിദേശത്തേക്കൊക്കെ പോകുകയാണെന്ന് സംസാരിക്കുന്നത് അവളും കേൾക്കുന്നത്. അവർക്കൊക്കെ അവസാനമായിട്ട് അവരെ കാണണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും നേരം ഒരുപാട് വൈകിയത് കൊണ്ട് തന്നെ ഇനി ഒരു കാരണവശാലും അവനെ കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് കൂടി അവർ പറയുന്നു. സഞ്ജയുടെ അച്ഛൻ അവൻ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് കൊടുത്തിട്ടൊക്കെയുണ്ട്. സഞ്ജ ഒറ്റയ്ക്കാണ് വിദേശത്തേക്കൊക്കെ പോകുന്നത്. മാത്രമല്ല അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു കോച്ചൊക്കെ ഉണ്ട്. ആ കോച്ച് എല്ലാ കാര്യങ്ങളും നോക്കിക്കോളുമെന്ന് ഉറപ്പും നൽകിയിട്ടുണ്ട്. അച്ഛനും ഇപ്പോൾ സഞ്ജയനെ പറഞ്ഞയക്കുന്നു. ഓഡീഷന് പങ്കെടുക്കുവാൻ കയറുന്നതിന്റെ തൊട്ടു മുമ്പ് സംശയം തോന്നുന്ന ഫ്രണ്ട്സും ഇൻഹുക്കിനോട് നന്നായിട്ടൊന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കുമാണ് സഞ്ജയ് മത്സരത്തിന് വേണ്ടി എത്തുകയില്ല എന്ന സത്യമൊക്കെ ഇൻഹുക്കും അറിയിക്കുന്നത്. അങ്ങനെ അവർ മൂന്ന് പേരും കൂടി ഒന്നിച്ച് ഓഡീഷനും കയറുന്നു. ബാൻഡ് എന്ന് പറയുമ്പോൾ 4 പേരൊക്കെ വേണമല്ലോ. നിങ്ങളുടെ കൂടെയുള്ള പാട്ട് പാടുന്ന ആൾ എവിടെയാണെന്ന് ജഡ്ജസ് ചോദിക്കുമ്പോഴാകട്ടെ അയാൾ ഇപ്പോൾ തന്നെ വരുമെന്നൊക്കെ പറഞ്ഞ് ഇൻഹുക്ക് അവിടെ നിന്ന് ഇറങ്ങി പോകുകയും പിന്നീട് ഇൻഹുക്ക് തന്നെ ഞാനാണ് പാട്ടുകാരൻ എന്നൊക്കെ പറഞ്ഞ് സ്വയം പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. സഞ്ജയുടെ ഫ്ലൈറ്റിന്റെ സമയമൊക്കെ അവസാനിക്കുമ്പോഴത്തേക്കും അവനും ഇപ്പോൾ പുറപ്പെട്ട് കാണുമെന്നൊക്കെ സോളും വിചാരിക്കുകയാണ്. ഏതൊരു ടൈം സോണിൽ നിന്നുമാണ് നീ വന്നതെങ്കിൽ പോലും ഒരിക്കലെങ്കിലും നീ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്നൊക്കെ സഞ്ജയ് ചോദിച്ച സമയത്ത് ഇല്ല എന്ന മറുപടിയൊക്കെ ആയിരുന്നല്ലോ സോളും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് അവന്റെ അടുത്ത് കള്ളം പറഞ്ഞതിൽ ഇപ്പോൾ അവൾക്ക് നല്ല വിഷമമൊക്കെ ഉണ്ട്. പക്ഷെ വീണ്ടും അവനെ നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു അവളും കള്ളം പറഞ്ഞിട്ടുണ്ടായിരുന്നതെന്നാണ് അവൾ സ്വയം പറയുന്നത്. ഇൻഹോക്കും ടീമുമാകട്ടെ പരാജയപ്പെട്ടു പോകുമെന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നല്ലോ മത്സരിക്കുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും ഇപ്പോൾ ഓഡീഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും അവർക്കും ആ ഒരു മത്സരത്തിലേക്കുള്ള സെലക്ഷനൊക്കെ കിട്ടിയിരിക്കുന്നു. സഞ്ജയുടെ പാട്ടൊക്കെ വെച്ചിട്ടാണ് അവർ മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ക്യാമറയുടെ മുമ്പിൽ വെച്ച് തന്നെ അവരും സഞ്ജയോട് നന്ദി പറയുന്നു. സഞ്ജയനെ സേഫ് ആക്കുവാൻ സാധിച്ചല്ലോ എന്നൊക്കെ വിചാരിച്ച് വളരെ ഹാപ്പി ആയിട്ടൊക്കെ സോൾ നടന്നു വരുമ്പോഴത്തേക്കും ആയിരുന്നു നേരത്തെ യങ്സു പോയിട്ടുണ്ടായിരുന്ന അതേ വണ്ടിയൊക്കെ അവളുടെ വീടിന് മുമ്പിൽ അവളും കാണുന്നത്. അതൊക്കെ കാണുമ്പോഴത്തേക്കും അവൾ ആകെ പേടിച്ചു പോകുന്നു. മാത്രമല്ല ആ ഒരു വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അവളുടെ പിറകെ വരുമ്പോഴത്തേക്കും അവളും പേടിച്ചോടുകയാണ്. പക്ഷെ വഴിയിൽ വെച്ച് സഞ്ജുനെ കാണുമ്പോഴത്തേക്കും അതിശയിച്ച് നീ എന്താ ഇവിടെ എന്നൊക്കെ അവന്റെ അടുത്തും അവൾ ചോദിക്കുന്നു. മാത്രമല്ല ഈ ഒരു സമയത്ത് ആ ഒരു ട്രക്ക് അവളുടെ അടുത്തേക്ക് വരുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവളും എന്ത് ചെയ്യണമെന്ന് അറിയാതെയൊക്കെ നിൽക്കുകയാണ്. പക്ഷെ അവൾ അവിടെ നിൽപ്പുണ്ടെന്ന് പോലും നോക്കാതെ ആ ഒരു ട്രക്കൊക്കെ പോകുന്നത് കാണുമ്പോഴത്തേക്കും അവളും ബോധം നഷ്ടപ്പെട്ട് വീഴുവാനായിട്ടൊക്കെ തുടങ്ങുന്നു. പക്ഷെ അവനായിരുന്നു അവളെ പിടിച്ചു നിർത്തിയിട്ടുണ്ടായിരുന്നത്. നീ ഇപ്പോൾ കൊറിയൊക്കെ വിട്ട് യുഎസിലേക്ക് പോകേണ്ടതല്ലായിരുന്നോ? പിന്നെ എന്തുകൊണ്ടാണ് നീ പോകാതിരുന്നതെന്നൊക്കെ ചോദിച്ച് അവൾ കരയുമ്പോൾ ആകട്ടെ നിനക്കെന്നെ ഇഷ്ടമല്ലേ എന്നൊരു ചോദ്യമൊക്കെ തിരിച്ച് സഞ്ജയും അവളുടെ അടുത്ത് ചോദിക്കുന്നു. ഞാൻ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അവനും കയ്യിലുണ്ടായിരുന്ന ക്ലോക്കൊക്കെ അവളെ കാണിക്കുമ്പോഴത്തേക്കുമാണ് നേരത്തെ നടന്ന കാര്യങ്ങൾ ഒന്നും കൂടി കാണിക്കുന്നത്. അതായത് പോകണോ വേണ്ടോ എന്ന സംശയത്തിലൊക്കെ സഞ്ജു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ടൈസങ്ങും സോളിനെ നിന്നെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞതിനെ കുറിച്ചും അവൻ ഓർക്കുന്നത്. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന എയർപോർട്ടിലാകട്ടെ ടൈം ക്യാപ്സ്യൂളിനെ കുറിച്ച് എഴുതിയത് കാണുന്ന അവനും എന്നാൽ നേരെ ടൈം ക്യാപ്സ്യൂളൊക്കെ സ്വന്തമാക്കിയേക്കാമെന്ന് വിചാരിച്ച് അത് കുഴിച്ചിട്ട സ്ഥലത്തേക്കൊക്കെ പോവുകയാണ്.
ഇപ്പോഴും ജീവിച്ചിരിക്കുന്നതിൽ നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് സോൾ എഴുതിയ ആ ഒരു കത്തും കൂടി സഞ്ജു ഇപ്പോൾ വായിക്കുകയാണ്. അങ്ങനെ വായിക്കുന്ന സമയത്തായിരുന്നു ഇതിനു മുമ്പ് അവളും തന്നെ പ്രൊട്ടക്ട് ചെയ്യുവാനായിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്ന കാര്യമൊക്കെ അവളെ തന്നെ പറഞ്ഞതിനെ കുറിച്ചും സഞ്ജു ഓർക്കുന്നത്. നീ എന്നെ രക്ഷിക്കുവാനായിട്ടല്ലേ ഇവിടേക്ക് എത്തിയത്? 2021 നീ കാരണം ഞാൻ മരിച്ചു പോകുമോ? ആ ഒരു കാരണം കൊണ്ടാണ് നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നതെങ്കിൽ ഇനി അങ്ങനെ ചെയ്യുവാനായിട്ട് പാടില്ല. ഞാൻ ഏതൊരു കാര്യവും സ്വീകരിക്കുവാനായിട്ട് തയ്യാറാണ്. നമുക്ക് ഈ ഒരു രീതിയിൽ തന്നെ മുന്നോട്ടൊക്കെ പോകാം. അത്രയും പറഞ്ഞ് സൺഷയും സോളിനെ കിസ് ചെയ്യുന്നു. അങ്ങനെ ഇരിക്കെ 2023 കാണിക്കുകയാണ്. എക്ലിപ്സിന്റെ ഒരു വലിയ ആൽബം ഒക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് വാർത്തയും വരുന്നു. ആ വാർത്തകളിൽ ഒന്നും തന്നെ സൺജയ് ഉണ്ടായിരുന്നില്ല. അതായത് 3 പേരടങ്ങുന്ന എക്ലിപ്സിന്റെ ബാൻഡ് ആയിരുന്നു അതിലുണ്ടായിരുന്നത്. ഈ ഒരു സീനോട് കൂടി ഈ ഒരു എപ്പിസോഡും അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.